ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ശ്യാമവർണ്ണൻ ഈ ചാനലിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഹരി ഓം. ശ്യാമും അർജുനനും ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായി തീർന്നു. സാഹസങ്ങൾക്കായി പലപ്പോഴും ഒന്നിച്ച് സവാരി ചെയ്യുകയും ചെയ്തു. രാമൻ കുരങ്ങുകളെ ഉപയോഗിച്ച് കല്ലുകൾ കൊണ്ടുള്ള പാലം നിർമ്മിക്കുന്നതിനു പകരം തൻ്റെ വില്ലുപയോഗിച്ച് അമ്പുകൾ കൊണ്ടുള്ള ഒരു പാലമാണ് നിർമ്മിക്കേണ്ടിയിരുന്നതെന്നൊരിക്കൽ അർജുനൻ പൊങ്ങച്ചം പറഞ്ഞു. ഹനുമാൻ ഒരു വയസ്സന ആയ കുരങ്ങൻ്റെ രൂപത്തിൽ ആ രംഗത്ത് പ്രത്യക്ഷപ്പെട്ട് നദിക്ക് കുറുകെ അതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കുവാൻ അർജുനനെ വെല്ലുവിളിച്ചു. അർജുനൻ വെല്ലുവിളി സ്വീകരിച്ചു, പാലം നിർമ്മിച്ചു. പക്ഷേ വയസ്സൻ കുരങ്ങൻ അതിൽ കയറി നിന്നപ്പോൾ പാലം പൊട്ടിപ്പോയി. അർജുനൻ സ്തംഭിച്ചു നിന്നുപോയി. രാമൻ്റെ പേര് ഭക്തിപൂർവ്വം ഉരുവിട്ടുകൊണ്ട് പാലം നിർമ്മിക്കുവാൻ ശ്യാം അർജുനനോട് പറഞ്ഞു. ഇപ്രാവശ്യം കുരങ്ങൻ അതിൻ്റെ മേലെ നിന്ന് ഊർജ്ജസ്വലതയോടെ ചാടിയിട്ടും പാലം പൊട്ടിപ്പോയില്ല. ആയുധങ്ങളിൽ നിന്ന് മാത്രമല്ല ശക്തി ഉണ്ടാകുന്നതെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു. അത് വിശ്വാസത്തിൽ നിന്നും വരും. അർജുനൻ്റെ തിരിച്ചറിവിൽ സന്തുഷ്ടനായ ശ്യാം ഹനുമാനോട് തൻ്റെ ശരിയായ രൂപം വെളിപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. മറ്റൊരവസരത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ മരണത്തിൻ്റെ ദൈവമായ യമൻ ജനിച്ച ഉടനെ തന്നെ തൻ്റെ സന്താനങ്ങളെ കൊണ്ടുപോകുന്നു. അതിനാൽ ദയവായി അവരെ യമനിൽ നിന്ന് രക്ഷിക്കണമെന്ന് അർജുനനോട് ആവശ്യപ്പെട്ടു. യമനെ തടഞ്ഞു നിർത്തുന്നതിനായി അർജുനൻ വില്ലുമായി കാവൽ നിന്നു. എന്നിട്ടും കുഞ്ഞുങ്ങൾ അപ്രത്യക്ഷമായി. അതുകൊണ്ട് തൻ്റെ ഒപ്പം യമലോകത്തേക്ക് തുണ വരുവാൻ അർജുനൻ ശ്യാമിനോട് ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് കുട്ടികളെ വിട്ടയക്കുന്നതിന് മരണത്തിൻ്റെ ദൈവത്തിനെ നിർബന്ധിതനാക്കുന്നതിനായിരുന്നു അയാൾ പദ്ധതിയിട്ടത്. പക്ഷേ അവർ എത്തിയപ്പോൾ യമൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ യമലോകത്തില്ല എന്ന്, അവർ മരിച്ചതായി പോലും കണക്കാക്കുന്നില്ല എന്നും. ആശയക്കുഴപ്പത്തിലായ അർജുനൻ ശ്യാമിനോട് ആകാശത്തിനു മുകളിലും ഭൂമിയുടെ താഴെയും ഉള്ള എല്ലാ ജനപദങ്ങളിലും തന്നെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. കുട്ടികളെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശ്യം. ഒരു വലിയ തിരച്ചിലിനു ശേഷം അവർ പാലാഴിയിലെത്തി. അവിടെ വൈകുണ്ഠത്തിൽ അനേകം പത്തികളുള്ള സർപ്പമായ ശേഷൻ്റെ ചുരുളുകൾക്കു മേലെ ചരിഞ്ഞു കിടക്കുന്ന വിഷ്ണുവിൻ്റെ ഒപ്പം അവർ കുട്ടികളെ കണ്ടു. താനാണ് കുട്ടികളെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവന്നതെന്നും അവർ ഇരുവരും, ശ്യാമും അർജുനനും, നരനും നാരായണനും, ഭൂമിയിൽ നിന്നും കൗരവരെയും പിന്നെ അനേകം അസുരന്മാരെയും ഒഴിപ്പിക്കുന്നതിനു വേണ്ടി തൻ്റെ തന്നെ സ്വത്വത്തിൻ്റെ ഇരുവശങ്ങളായ ഇരട്ടകളായ സന്യാസിമാരാണ് എന്നും അർജുനനെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് എന്നും വിഷ്ണു തുറന്നു പറഞ്ഞു. ഒരിക്കൽ ശ്യാമും അർജുനനും തമ്മിലൊരു യുദ്ധം നടന്നു. ആകാശത്തു കൂടി സഞ്ചരിക്കുന്നതിനിടയിൽ ഗന്ധർവനായ ഗയൻ ശ്യാമിൻ്റെ മേലേക്ക് അറിയാതെ തുപ്പിപ്പോയി. ഉടനെ തന്നെ ഗയൻ്റെ ശിരച്ഛേദം നടത്തുവാൻ ശ്യാം തീരുമാനിച്ചു. ഗയൻ പെട്ടെന്നു തന്നെ അർജുനൻ്റെ പരിരക്ഷ അഭ്യർത്ഥിച്ചു. ആരിൽ നിന്നാണ് താൻ രക്ഷ തേടുന്നത് എന്ന് വെളിപ്പെടുത്താതെയായിരുന്നു സഹായം തേടൽ. ശ്യാമിൽ നിന്നാണ് ഗയൻ ഓടി ഒളിച്ചിരിക്കുന്നത് എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞപ്പോൾ ഒരു വിഷമകരമായ ഏറ്റുമുട്ടലാണ് തുടർന്ന് സംഭവിച്ചത്. ഗയനെ കൊല്ലുമെന്ന് താൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് ശ്യാം പറഞ്ഞു. താൻ ഗയനെ രക്ഷിച്ചു കൊള്ളാമെന്ന് അയാൾക്ക് വാക്ക് കൊടുത്തുപോയെന്ന് അർജുനനും നിർബന്ധം പിടിച്ചു. ആരും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ശ്യാം ഒരു കുസൃതി പുഞ്ചിരിയോടെ അർജുനനോട് പറഞ്ഞു, ഗയൻ എൻ്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെടുകയാണെങ്കിൽ അയാൾ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകും. അയാൾക്ക് അവിടെ സന്തുഷ്ടകരമായ ഒരു അനശ്വര ജീവിതം എന്നേക്കുമായി നയിക്കാനാകും. നിനക്ക് അവനത് നിഷേധിക്കണമെന്നുണ്ടോ? ഉണ്ട് എന്നായി അർജുനൻ. താൻ വാക്കു കൊടുത്തു പോയതാണ്. പക്ഷേ ശ്യാം ആരാണെന്ന് ഗയൻ തിരിച്ചറിഞ്ഞു. അനശ്വരത നേടുന്നതിനുള്ള ഒരു സുവർണ അവസരം
തൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുവെന്ന് ഗയൻ കണ്ടു. അയാൾ അർജുനനെ തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് മോചിതനാക്കി തൻ്റെ നശ്വര ജീവിതം അവസാനിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്യാമിൻ്റെ കാൽക്കൽ വീണു. ശ്യാം പറഞ്ഞു, നീ ഇപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. അതിനാൽ ഇനിയിപ്പോൾ എനിക്ക് നിന്നെ കൊല്ലണമെന്ന ആഗ്രഹമില്ല. സ്വതന്ത്രമായി പൊയ്ക്കൊള്ളുക. നിരാശനായ ഗയൻ തിരികെ പോയി. അർജുനൻ്റെ സ്വഭാവദാർഢ്യത്തിൽ മതിപ്പ് തോന്നിയ ശ്യാം അയാളെ ആലിംഗനം ചെയ്തു. മറ്റൊരവസരത്തിൽ ഒരു ശക്തയായ രാജ്ഞിയായ ആലിയുമായി അർജുനൻ പ്രണയത്തിലകപ്പെട്ടു. പക്ഷെ അവൾ അയാളെ ഭർത്താവായി അംഗീകരിക്കുവാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ശ്യാം അർജുനനെ ഒരു പാമ്പാക്കി മാറ്റി. അത് രാത്രിയിൽ ആലിയുടെ കിടക്കയിലേക്ക് വഴുതി കയറി. അവൾ തൻ്റെ ഭാര്യയായി മാറുന്നതിന് അവളെ വശീകരിച്ചെടുത്തു. ഒരിക്കൽ ഒരു ദുർമന്ത്രവാദി ഇന്ദ്രപ്രസ്ഥത്തെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ശ്യാമും അർജുനനും കൂടി ഒരു വയസ്സായ സ്ത്രീയും വിജയമ്പാൾ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരിയുമായി വേഷപ്രച്ഛന്നരായി. ദുർമന്ത്രവാദിയുടെ പുത്രനായ പൊരമ്മനെ സമീപിച്ചു. പൊരമ്മൻ വിജയമ്പാളുമായി പ്രണയത്തിലായി. അവളുടെ വയസ്സായ അമ്മയോട് വധുവിനുള്ള വില ചോദിച്ചു. നിന്റെ പിതാവിൻ്റെ പക്കലുള്ള 3 നിധികൾ എനിക്ക് നൽകണം. മാന്ത്രിക ചെണ്ട, മാന്ത്രിക ചമ്മട്ടി, പിന്നെ മഞ്ഞളിൻ്റെ മാന്ത്രിക പെട്ടി. കാമാഭിലാഷത്താൽ പരവശനായ പൊരമ്മൻ ഈ സാധനങ്ങൾ ശ്യാമിന് കൈമാറി. ഇത് മന്ത്രവാദിയെയും അയാളുടെ മകനെയും കീഴടക്കുന്നതിന് അർജുനനെ പ്രാപ്തനാക്കി. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹത്തെ സഹോദര ഭാവേനയുള്ള സ്നേഹം ബ്രാക്കറ്റിൽ സഖഭാവം എന്നാണ് വിളിക്കാറുള്ളത്. അത് രാധയും കൃഷ്ണനും തമ്മിലുള്ള കാൽപ്പനിക സ്നേഹത്തോട് ശൃംഗാരഭാവം തൊട്ടടുത്തു നിൽക്കുന്നു. ഹനുമാന് രാമനോടുള്ള സ്നേഹം ദാസോചിത സ്നേഹം അല്ലെങ്കിൽ ദാസ്യഭാവം ആണ്. കൃഷ്ണനും അർജുനനും ഹനുമാനെയും വിഷ്ണുവിനെയും കാണുന്ന കഥ ഭാഗവത പുരാണങ്ങളിൽ നിന്നാണ് വരുന്നത്. കർണാടകത്തിൽ കൃഷ്ണൻ്റെ കഥകൾ യക്ഷഗാന നാടകങ്ങളായി നാടു മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാധ്വ ആചാര്യൻ്റെ ശിഷ്യനായിരുന്ന നരഹരി തീർത്ഥയാണ് അത് തുടങ്ങിയതും അതിന് പ്രചാരണം നൽകിയതും. യക്ഷഗാനം തുറസ്സായ സ്ഥലത്ത് രാത്രിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. അതിൽ ഗായകരുടെ ഒരു സംഘവും ബ്രാക്കറ്റിൽ ഹിമ്മെള, നർത്തകരായ ഗായകരുടെ മുമെള്ള ഒരു സംഘവും ഉൾപ്പെട്ടിട്ടുണ്ട്. കഥ പറയുന്ന ആളിനെ പലപ്പോഴും അഭിസംബോധന ചെയ്യാറുള്ളത് ഭാഗവതൻ എന്നാണ്. സുഭദ്രാഹരണവും ബ്രാക്കറ്റിൽ സുഭദ്രയെ തട്ടിക്കൊണ്ടുപോകുന്നത്. കൃഷ്ണൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അർജുനൻ്റെ സഹായം ചോദിച്ചു വന്ന ഗയൻ എന്നു പേരുള്ള ഗന്ധർവനെ ചൊല്ലിയുള്ള കൃഷ്ണാർജുന കലേഗയും ബ്രാക്കറ്റിൽ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആണ് അവതരിപ്പിക്കപ്പെടാറുള്ള പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ചില കഥകൾ. ആലിയുടെയും പൊരമ്മൻ്റെയും കഥകൾ അനേകം തമിഴ് നാടോടി മഹാഭാരതങ്ങളിൽ നിന്നും മറ്റു തമിഴ് നാടോടി പുരാവൃത്തങ്ങളിൽ നിന്നും വരുന്നവയാണ്. അത് സംസ്കൃതത്തിലെ പ്രമാണയോഗ്യമായ പുനരാഖ്യാനങ്ങളിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അവ തെരുക്കൂത്ത് നാടകങ്ങളിൽ അഭിനയിക്കപ്പെടുന്നുണ്ട്. അടുത്ത ഭാഗം ജരാസന്ധനെ വെല്ലുവിളിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥം സ്ഥാപിച്ചു കഴിഞ്ഞു. തൻ്റെ അധികാരം ഉറപ്പിക്കത്തക്ക വിധമുള്ള ശക്തമായ വൈവാഹിക ബന്ധങ്ങളുമായി എന്നായപ്പോൾ യുധിഷ്ഠിരൻ രാജാവാകണമെന്നുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന് ശ്യാം പറഞ്ഞു, നീ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരുടെയും ബഹുമാനം നേടേണ്ടിയിരിക്കുന്നു. അത് നേടുന്നതിനുള്ള ഒരേയൊരു വഴി ഈ ഭൂമിയിലുള്ള ഓരോ രാജാവും ഭയപ്പെടുന്ന മഗധയിലെ രാജാവായ ജരാസന്ധനെ കീഴടക്കുക എന്നതാണ്. പക്ഷേ നിന്റെ സൈന്യം അയാളുടേതുമായി കിടപിടിക്കത്തക്കതല്ല. ജരാസന്ധനെ കീഴടക്കാനുള്ള ഒരേയൊരു വഴി ഒരു ദ്വന്ദ്വയുദ്ധം മാത്രമാണ്, അല്ലാത്ത യുദ്ധമല്ല. ശ്യാം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഭീമനും അർജുനനും താനും കൂടി പുരോഹിതരുടെ പ്രച്ഛന്ന വേഷം ധരിച്ച്
ജരാസന്ധൻ്റെ മുമ്പിൽ സന്നിഹിതരായി. ആതിഥ്യമര്യാദ അനുശാസിക്കുന്ന നിയമപ്രകാരം ജരാസന്ധൻ അവർക്ക് ആഹാരവും സംരക്ഷണവും അവസാനം അവർ ആഗ്രഹിക്കുന്ന സമ്മാനവും നൽകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളിൽ ഒരാളുമായി ഒരു ദ്വന്ദ്വയുദ്ധം, ശ്യാം പറഞ്ഞു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇവർ യോദ്ധാക്കളാണ്, പുരോഹിതരല്ലെന്നും താൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ജരാസന്ധൻ ഉടനടി തിരിച്ചറിഞ്ഞു. പക്ഷേ അയാൾക്ക് ഇയാളുടെ വാഗ്ദാനത്തിൽ നിന്നും പിന്നോക്കം പോകാനാവില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറയുക. മരണം വരെ ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം. അവരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, ശ്യാം, മധുരയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയ നീ ഒരു ഭീരുവാണ്. ഞാൻ നിന്നോട് പൊരുതുകയില്ല. അർജുനൻ, നീ ഒരു വില്ലാളി വീരനാണ്. പകരം എന്നെപ്പോലെ തന്നെയുള്ള മൽപ്പിടുത്തക്കാരനായ നിന്റെ സഹോദരനായ ഭീമനുമായി ഞാൻ യുദ്ധം ചെയ്യാം. പാണ്ഡവരുമായിട്ടുള്ള കൃഷ്ണൻ്റെ ബന്ധത്തിന് ഒരു ഗൂഢോദ്ദേശ്യം ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. അയാൾ അവരെ ജരാസന്ധനെ വധിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. കൃഷ്ണനും ഭീമനെ പോലെ തന്നെയുള്ള ഒരു മൽപ്പിടുത്തക്കാരനാണ്. പക്ഷേ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിയകന്ന ഒരു ഭീരുവായിട്ട് ജരാസന്ധൻ അയാളെ പരിഹസിക്കുകയാണ്. അങ്ങനെയുള്ള മര്യാദാലംഘനകരമായ പൗരുഷ പ്രകടനം കൃഷ്ണൻ വകവയ്ക്കുന്നില്ല. ഹിന്ദു ദൈവങ്ങളുടെ ഇടയിലുള്ള ഒരു അനുപമമായ സ്വഭാവ വിശേഷമാണത്. ഒരു രാജാവിൻ്റെ ഉദാരമതിത്വം മുതലെടുക്കുന്ന പുരോഹിതൻ്റെ കഥ ഹിന്ദുമതത്തിലെ പുരാണേതിഹാസങ്ങളിൽ ആവർത്തിച്ച് കാണപ്പെടുന്ന ഒരു പ്രമേയമാണ്. വിഷ്ണുവിൻ്റെ ഹ്രസ്വകായനായ അവതാരമായ വാമനൻ ബാലിയോട് 3 ചുവട് ഭൂമി ആവശ്യപ്പെടുന്നു. പിന്നെ രാക്ഷസാകാരനായി മാറുന്നു. ലോകം മുഴുവനും തന്നെ അവകാശപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ പുരോഹിതനായി വേഷപ്രച്ഛന്നനായി ജരാസന്ധനോട് ഒരു ദ്വന്ദ്വയുദ്ധത്തിന് കൃഷ്ണനും ശ്രമിക്കുന്നു. ഭീമൻ ജരാസന്ധനെ നിഗ്രഹിക്കുന്നു. ഗുസ്തി ഗോദയിൽ വെച്ച് വന്യരായ കാളകളെപ്പോലെ ജരാസന്ധനും ഭീമനും പരസ്പരം ആക്രമിക്കുന്നു. ഭീമൻ ജരാസന്ധനേക്കാൾ വളരെ കൂടുതൽ കരുത്തനാണെങ്കിലും മഗധയിലെ രാജാവിനെ കൊല്ലുക എന്നത് അസാധ്യമാണെന്ന് ഭീമന് മനസ്സിലായി. കാരണം ജരാസന്ധൻ്റെ ശരീരം ഇന്ദ്രജാലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ജരാസന്ധൻ്റെ ജനന രഹസ്യം എങ്ങനെയാണ് 2 അപൂർണ ഭ്രൂണങ്ങൾ സംയോജിപ്പിച്ച് ജര അയാളെ സൃഷ്ടിച്ചത് എന്നുള്ള വളരെ കുറച്ചു പേർക്കേ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അയാളെ വധിക്കുന്നതിനുള്ള ഏക മാർഗം തൻ്റെ 2 പകുതികളും കീറിയകറ്റി അവയെ വെവ്വേറെ വയ്ക്കുക എന്നത് മാത്രമാണ്. മത്സരം നടക്കുന്നതിനിടയിൽ ഒരു ഇല പറിച്ചെടുത്ത് അത് ഒത്ത നടുവിലുള്ള ഞരമ്പിലൂടെ 2ആയി പകുത്തു കീറി കാണിച്ചുകൊണ്ട് ഈ രഹസ്യം ശ്യാം ഭീമന് പകർന്നു കൊടുത്തു. ഭീമന് സന്ദേശം മനസ്സിലായി. ജരാസന്ധനെ കാലിൽ പിടിച്ചെടുത്തു. അയാളുടെ ശരീരം 2ആയി പകുത്തു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 ഭാഗങ്ങളും ഇന്ദ്രജാലം കൊണ്ടെന്ന പോലെ പരസ്പരം യോജിച്ചു. ജരാസന്ധൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. കുഴങ്ങിയ മുഖഭാവത്തോടെ ഭീമൻ ശ്യാമിൻ്റെ നേർക്ക് തിരിഞ്ഞു. ശ്യാം മറ്റൊരു ഇലയെടുത്തു പഴയതുപോലെ 2 പകുതികളാക്കി. പക്ഷേ ഇപ്രാവശ്യം ഇടതുഭാഗം വലത്തേക്കും വലതുഭാഗം ഇടത്തേക്കും കീറിയെറിഞ്ഞു. അതേപോലെ ഭീമൻ ജരാസന്ധനെ കാലിൽ ഉയർത്തിയെടുത്ത് അയാളെ 2ആയി പകുത്തു. അയാളുടെ ശരീരത്തിൻ്റെ ഇരുഭാഗങ്ങളും ഗോദയുടെ എതിർവശങ്ങളിലേക്ക് എറിഞ്ഞു. ഇപ്രാവശ്യം ജരാസന്ധന് ഉയർത്തു വരുവാൻ സാധിച്ചില്ല. ബീഹാറിലെ രാജ്ഗീർ എന്ന സ്ഥലത്ത് ജരാസന്ധ് കാ ആഖ്ര എന്നറിയപ്പെടുന്ന ഒരു ഉയർത്തിക്കെട്ടിയ തറ ഭീമൻ ജരാസന്ധനോട് മല്ലയുദ്ധം നടത്തിയ കായികാഭ്യാസ കളരി ഉണ്ട്. മത്സരം 18 ദിവസം നീണ്ടുനിന്നു. ഇതിഹാസങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു സംഖ്യ. ജരാസന്ധൻ മധുര 18 പ്രാവശ്യം ആക്രമിച്ചു. കുരുക്ഷേത്രത്തിൽ 18 ദിവസം യുദ്ധം നടന്നു. അതിൽ 18 സൈന്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു.
ജിനസേനൻ്റെ ഹരിവംശം പോലെയുള്ള ജൈനമതക്കാരുടെ മഹാഭാരതത്തിൽ യാദവന്മാർ യഥാർത്ഥത്തിൽ ദ്വാരകയിൽ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കവേ അവർ മധുരയിൽ വെച്ച് നശിച്ചു പോയെന്ന് ജരാസന്ധനെ പറ്റിക്കുകയായിരുന്നുവെന്ന് അയാൾക്ക് ബോധം വന്നപ്പോൾ അയാൾ കൃഷ്ണനെ സന്ദർശിക്കുന്നു. 6 മാസത്തിനു ശേഷം കുരുക്ഷേത്രത്തിൽ വെച്ച് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ അയാൾ കൃഷ്ണനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പാണ്ഡവർ യാദവരുടെ കൂടെയും കൗരവർ ജരാസന്ധൻ്റെ കൂടെയും ചേരുന്നുണ്ട്. ഹിന്ദുമത ജൈനമത പുരാവൃത്താഖ്യാനങ്ങൾ പ്രകാരം യുദ്ധവും വൻതോതിലുള്ള രക്തച്ചൊരിച്ചിലും ഒഴിവാക്കുന്നതിനായി പുരാതന ഇന്ത്യയിലെ പല രാജാക്കന്മാരും അതിനു പകരം ദ്വന്ദ്വയുദ്ധങ്ങളിൽ ഏർപ്പെടുക പതിവായിരുന്നു. ശ്യാം ശിശുപാലനെ വധിക്കുന്നു എന്ന ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.